പലതരം ഹൽവാസ് കണ്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാൽ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായോ? മധുരക്കിഴങ്ങാണ്. പലയിടത്തും പല പേരായിരിക്കും. അതിനെ ഞാൻ അന്ന് ആവി കയറ്റി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം ശർക്കര പാനിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പുഴുങ്ങിയ മധുരക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്ത് ഒരു പാനിലേക്ക് ഇട്ട് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വരട്ടി അങ്ങോട്ട് എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തോളം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. പിന്നെ നമ്മുടെ ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങോ നെയ്യിൽ വറുത്തത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് പാനിൽ നിന്ന് ഇങ്ങനെ ഒരു വിട്ട് വരുന്ന പരുവത്തിലാണ്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്തിട്ട് നെയ്യ് തടവിയിട്ട് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് എടുക്കണം. ഇതൊരു പീസായിട്ട് കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലല്ല, നമ്മുടെ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പാണ്. എന്തായാലും സംഭവം കിടും കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ചക്കർ കാങ്ക് ഹലുവ എന്നാണ്. ഇത് ഞാനിട്ട പേരല്ല, എനിക്ക് വനിതയിൽ നിന്ന് കിട്ടിയൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.